കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാറി നിന്ന മഴ വീണ്ടും ശക്തിയാർജിച്ചതും സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ ഗതാഗതക്കുരുക്ക് മുറുകുന്നതും ഓണക്കാലത്ത് മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക. കഴിഞ്ഞ 2 മാസക്കാലമായി മൂന്നാറിൽ വലിയ തോതിൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നില്ല. വരാൻ പോകുന്ന ഓണാവധിയിലാണ് വിനോദസഞ്ചാര മേഖലയുടെ പ്രതീക്ഷ. തിരക്കേറുമ്പോൾ ഗതാഗതക്കുരുക്കുണ്ടാകാതിരിക്കാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യവും ശക്തമാണ്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി മഴ മാറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു മൂന്നാർ ഉൾപ്പെടെ ഹൈറേഞ്ച് മേഖലയിൽ ആകെ ഉണ്ടായിരുന്നത്. എന്നാൽ മഴ വീണ്ടും ശക്തിയാർജിച്ചിട്ടുള്ളത് ഓണക്കാലത്ത് വിനോദസഞ്ചാര മേഖലയ്ക്കും ഒപ്പം വ്യാപാര മേഖലയ്ക്കും തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട്. സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ മൂന്നാറിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കിനെയും വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആശങ്കയോടെ നോക്കിക്കാണുകയാണ്. മധ്യവേനലവധിക്ക് ശേഷം മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും വിനോദസഞ്ചാരികളുടെ തിരക്ക് കുറഞ്ഞിരുന്നു. സഞ്ചാരികൾ വന്നു പോകുന്നുവെങ്കിലും കഴിഞ്ഞ 2 മാസക്കാലമായി വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉണർവില്ല. വരാൻ പോകുന്ന ഓണാവധിയിലാണ് വിനോദസഞ്ചാര മേഖലയും ഒപ്പം വ്യാപാര മേഖലയുടെയും പ്രതീക്ഷ. വലിയൊരു പ്രതീക്ഷയോടെയാണ് ഓണ സീസൺ മൂന്നാറിലെ ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ട്രാഫിക്കും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഒരു രീതിയിലും മൂന്നാറിന് ശാശ്വതമായ ഒരു ടൂറിസം വളർച്ച ഉണ്ടാകില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതിന് ഗൗരവമായി കണ്ടുകൊണ്ട് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയും ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഓണാവധി ആഘോഷങ്ങൾക്കായുള്ള ബുക്കിംഗ് ഹോം സ്റ്റേകളും റിസോർട്ടുകളിലും ഒക്കെ പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമാവുകയും നേരിമംഗലം മുതൽ ഗതാഗതക്കുരുക്ക് രൂപം കൊള്ളുകയും ചെയ്താൽ സഞ്ചാരികൾ അവധിക്കാലം ആഘോഷമാക്കാൻ മറ്റിടങ്ങൾ തെരഞ്ഞെടുക്കുവാനുള്ള സാധ്യത കൂടുതലെന്ന് വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വിലയിരുത്തുന്നു. ഇതാ മുമ്പിൽ കണ്ട് സഞ്ചാരികളുടെ തിരക്കേറുമ്പോൾ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാതിരിക്കുവാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തുകയും ഇക്കാര്യങ്ങളിൽ വിവിധ വകുപ്പുകളുടെ മുന്നൊരുക്കവും ഏകോപനവും ഉണ്ടാവണമെന്നതാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുയരുന്ന ആവശ്യം. സിറ്റി വിഷൻ മൂന്നാർ.